ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കവേ സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ് എല്ലാ മുന്നണികളും ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ആർക്ക് വോട്ട് ചെയ്താലും താമര ചിഹ്നത്തിൽ വോട്ട് വീഴും. ചിലയിടങ്ങളിൽ BJP പ്രവർത്തകരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ പരിശോധന നടത്തി പരിഹാരം കാണുകയാണ്. ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ പ്രതികരണം കാണാം. കേരളത്തിലെ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കടന്നു വരുന്നുള്ളത്. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഇതേ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോകുന്നതായും കയ്യടിയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് താമര ചിഹ്നത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള ആരോപണങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും വന്നത്. ഇതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇവിടങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഇത്തരം വോട്ടിംഗ് മെഷീനുകളെ മാറ്റി വീണ്ടും അത്തരം ബൂത്തുകളിലൊക്കെ വോട്ടിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് വോട്ടർമാരോട് തന്നെ ഈ കാര്യത്തോട് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ള രീതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൈയടിയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് താമരയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ക്രമക്കേടുകൾ വന്ന് എന്താണ് താങ്കളുടെ പ്രതികരണം? ഇതെല്ലാം കരുതിക്കൂട്ടി BJP ഗവൺമെൻറ് ചെയ്യുന്നതാണ്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി വോട്ട് ചെയ്ത് നമ്മൾ VVPAT നിരീക്ഷിച്ച് നമ്മൾ വോട്ട് രേഖപ്പെടുത്തും. UDF ശക്തമായി തിരിച്ചു വരും. പക്ഷെ അതല്ല, ഈ VVPATലും വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ കയ്യടിയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് താമര ചിഹ്നം കാണിക്കുന്നുണ്ട് VVPATൽ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോട്ടർമാരുടെ അവസ്ഥ എന്താണ്? അതിന് നമ്മൾ ഇലക്ഷന് കമ്മീഷനോട് പരിഹാരം തേടുന്നതല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച കാണുന്നു, ശക്തമായിട്ട് കാണുന്നുണ്ട്. ഇത്ര നല്ല രീതിയിൽ നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനത്തെ മിഷൻ്റെ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റായ നടപടിയാണ്. അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇതിൽ എടുത്തില്ല എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ വീഴ്ചയാണിത്. സുപ്രീം കോടതി വരെ വിധിന് വരെ പരിശോധിക്കണമെന്ന് 50% ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. 5% ഉള്ളത് 50% വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ വോട്ടിംഗ് മെഷീനുകളിൽ എല്ലായിടത്തും ക്രമക്കേടുകൾ കാണുന്നുണ്ട്. എന്താണ് ആ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം? ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് മിഷൻ കേടായിട്ടുണ്ട് പല സ്ഥലത്തും. അല്ല, കാസർഗോഡിൽ 20 ബൂത്തുകളിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയില്ല, നിലവിലെ ഈ ബൂത്തിലില്ല എന്നാണല്ല. അതെ, ഈ പ്രദേശം ഉണ്ടായിട്ടില്ല, ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഏതാണ് അപ്പോൾ മറ്റുള്ള ജില്ലകളിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്? അതിനോട് ഞങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു? അതായത് ഉദ്യോഗസ്ഥന്മാർ രാവിലെ തന്നെ പിണറായി പറഞ്ഞിട്ടുണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന്. അതിനെ പരിഹരിക്കും തിരഞ്ഞെടുക്കാൻ വെച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച കാണുന്നുണ്ടോ? അതങ്ങനെ നമ്മൾ പറഞ്ഞ വീഴ്ച കാണുന്നു. അല്ല, ഇപ്രാവശ്യം കുറച്ചും കൂടി നല്ലതുണ്ട്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഏത് സ്ഥലത്ത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത് ചിഹ്നം കാണാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അല്ല, VVPAT വന്നിട്ട് പോലും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതിൽ നമുക്ക് നമ്മളിപ്പോൾ എന്താണ് ചേട്ടാ ഈ വിഷയത്തിൽ പ്രതികരണം? ഇത് പ്രത്യേകിച്ചൊന്നും മൊത്തം ഒരു BJPക്ക് അനുകൂല ആയി വോട്ട് മറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണമായ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എല്ലാ വോട്ടിംഗ് മെഷീനിലും ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ആ രീതിയിലൊരു ഈ കാണുന്ന ഇപ്പോൾ കാഴ്ച ഇപ്പോൾ നമ്മൾ ചാനൽ ന്യൂസ് നോക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു ഇതാണ് കണ്ടത്. നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിപ്പോൾ ഞാൻ കുറേ വാർത്തയെല്ലാം നോക്കി, ആ വാർത്തയിലൊന്നും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഒരു സുരേന്ദ്രൻ്റെ ഒരു പരാതി മാത്രം കണ്ടു. അവിടുത്തെ സ്ഥാനാർത്ഥിൻ്റെ ഇത് താമരക്ക് ചിഹ്നത്തിൽ വോട്ട് പതിയുന്നില്ല എന്ന് പറഞ്ഞൊരു ആരോപണം മാത്രം കണ്ടു. വേറൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, ഇപ്പോൾ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കാസർഗോഡ് അടക്കമുള്ള പലയിടങ്ങളിലും പല ബൂത്തുകളിലും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലാണ്. പലയിടങ്ങളിലും പല ചിഹ്നങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് പല സ്ഥാനാർത്ഥികൾക്ക് പോകുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏത് രീതിയിലാണ് താങ്കളുടെ പ്രതികരണം? പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും അടക്കം
പല ജില്ലകളിലും ഏത് ചിഹ്നത്തിന് ചെയ്താലും അത് താമരക്ക് പോകുന്നതായിട്ടുള്ള വിവരമാണ് പൊതുവെ റിപ്പോർട്ടാണ് വരുന്നത്. കൈപ്പത്തിക്ക് ചെയ്താലും അത് താമര ചിഹ്നത്തിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പൊതുവെ ഉയർന്നു വരുന്നുള്ളത്. പിന്നിലൊരു അട്ടിമറി ഉണ്ടോ എന്നാണ് പറയുന്നത്. അട്ടിമറി ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച കാണുന്നുണ്ടല്ലോ. മിഷൻ നേരത്തെ പരിശോധിച്ചുകൊണ്ട് അത് കൃത്യത ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഉത്തരേന്ത്യൻ മോഡലിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അധികം പോയതായി. ഇപ്പോൾ പേപ്പറിലെല്ലാം വന്ന വാർത്തകൾ അന്വേഷിക്കുമ്പോൾ താമരക്ക് മറ്റ് ഇതിൽ എത്തുമ്പോൾ താമര ചിഹ്നത്തിൽ പോകുന്നതാണ്. സ്വാഭാവികമായിട്ടും വോട്ടിംഗ് മെഷീനിലെ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പത്തനംതിട്ടയിൽ ഇത് നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഒരു പരാതി എടുക്കും നൽകി. അത് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചകൾ പൊതുവാണ് എന്ന് വരുത്താനുള്ളൊരു സാമൂഹ്യത്തിനാകാൻ സാധ്യതയുണ്ട്. സാമാന്യവൽക്കരിക്കാനുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് നമ്മളെ വീക്ഷണം. എന്താണ് താങ്കളുടെ? അങ്ങനെയാണ് തോന്നുന്നത്, സാമാന്യവൽക്കരിക്കാൻ വേണ്ടി. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച കാണുന്നു. വീഴ്ചയുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ സ്വാഭാവികമായിട്ടും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാതെ ഇതിനു മുമ്പ് ഉത്തരേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം നടപടികൾ കണ്ടിട്ടുണ്ട്. അത് കേരളത്തിൽ ഇത്തരം നടപടിക്രമങ്ങൾ തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ എന്തു തന്നെയായാലും ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാകെ എതിർക്കേണ്ടതാണ്. ഒന്നായി അതായത് ഇപ്പോൾ സ്വാഭാവികമായി പറഞ്ഞു കഴിഞ്ഞാൽ BJP ആണ് ഇതിന് പിന്നിൽ എന്നുള്ള രീതിയിലുള്ള. തീർച്ചയായും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും പൂർണ്ണ ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്.